ഈ വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. കടുവയെ വനം വകുപ്പ് വളരെ സാഹസികമായാണ് പിടികൂടിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു തവണ ഒരു വേളയിൽ കടുവ ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവർ പിറകോട്ട് ഭയന്ന് നീങ്ങുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. കടുവയെ വനംവകുപ്പ് പിടികൂടിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിൽ ജനങ്ങളെ ഭീതിയിലാണ്. എത്രയോ ദിവസങ്ങളായി വലിയ ആശങ്കയിലാണ് അവർ ജീവിക്കുന്നത്. ആ കടുവയെ ഇപ്പോൾ ജനവാസ മേഖലയിൽ സ്ഥിരം ശല്യക്കാരനായി മാറിയ കടുവയെ പിടികൂടിയിരിക്കുകയാണ്. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. ഇപ്പോൾ ജെയിനസ് രാജുവും ഞങ്ങളുടെ ക്യാമറാമാനും ഈ കടുവയെ പുറത്തേക്ക് ഇറക്കുന്ന ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചായിരിക്കും ഒരുപക്ഷെ വനംവകുപ്പിനെയും DFOയുടെയും ഡോക്ടർമാരുടെയും ഒക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്നലെയും മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പക്ഷേ കാലാവസ്ഥ മോശമായിരുന്നു. ഇന്നലെ ആദ്യം സ്പോട്ട് ചെയ്ത മേഖലയിൽ നിന്ന് കടുവ മാറിപ്പോയിരുന്നു. അതുകൊണ്ട് ഇന്നലെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ വിജയകരമായി തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടിയിരിക്കുകയാണ്. കടുവ അവശ നിലയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെയും പശുവിനെ ആക്രമിച്ചിരുന്നു. ഇത് എസ്റ്റേറ്റ് ആണ്, തോട്ടമാണ്. അവിടെ ലയങ്ങളിൽ ആളുകൾ വലിയ ഭീതിയിലായിരുന്നു. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ പ്രശ്നമുണ്ടായിരുന്നു. ആളുകൾക്ക് തൊഴിലിന് പോകാൻ ഭീതി ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ആ ആശങ്കയൊക്കെ അവസാനമാവുകയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിൽ അവശനിലയെ കണ്ട കടുവയെ 2 തവണ മയക്കുവെടി വെച്ച് ഇപ്പോൾ ആ ദൗത്യം വിജയകരമായി പൂർത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി അരണക്കല്ലിൽ വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചിരുന്നു. വെറ്റിനറി ഡോക്ടർ അനുരാജും സംഘവുമാണ് കടുവയെ മയക്കുവെടി വെച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കും. അതിനെ കൊണ്ടുപോയതിന് ശേഷമായിരിക്കും അത് എന്ത് ചെയ്യണം, ഈ കടുവയെ മറ്റൊരിടത്തേക്ക് തുറന്നുവിടുക എന്നുള്ളതാണ് ചെയ്യാൻ ഉള്ളത്. ഇപ്പോൾ ഏതായാലും ദൗത്യം വിജയമാണ്. വളരെ അപകടം നിറഞ്ഞ ഒരു രീതിയിൽ ഉള്ള ഒരു ദൗത്യമാണ് ഈ വനംവകുപ്പ് സംഘം ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. കടുവയെ തേക്കടിയിൽ എത്തിക്കും എന്നറിയിച്ചിട്ടുണ്ട്. തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കടുവ ഇന്നലെ രാത്രി കൊന്നിരുന്നു. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാൻ തീരുമാനിച്ചത്. അരണക്കല്ലിലും ഗ്രാമ്പിയിലും അവിടെ ഈ കടുവ നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാക്കിയിരുന്നു. നാട്ടുകാരുടെ വളർത്തുമൃഗങ്ങളെ ഒക്കെ കടുവ കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കൊന്നു എന്നുള്ളതും ഇവിടെ എത്രയും പെട്ടെന്ന് വനംവകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടാനും ഇങ്ങനെ മയക്കുവെടി വെച്ച് പിടിക്കാനും ഉള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിനുള്ള ഇടയാക്കിയ കാര്യങ്ങൾ അതാണ്. നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കിയിരുന്നു കടുവ. നമ്മളിപ്പം പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ ആരോ മാർക്ക് ഇട്ട് കാണിക്കുന്ന ആ ഭാഗം, അതായത് ഈ വനം വകുപ്പ് മയക്കുവെടി വെക്കുന്നു. അത് കഴിഞ്ഞ് കടുവയെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ കടുവ ഒരു വേളയിൽ സംഘാംഗങ്ങൾക്ക് നേരെ പാഞ്ഞടുക്കുന്നുണ്ട്. അവർ ഭയന്ന് പിന്നോട്ട് മാറുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെ സാഹസികമായാണ് ഇപ്പോൾ നമ്മുടെ വനം വകുപ്പ് സംഘം ഈ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത്. 2 തവണ മയക്കുവെടി വെച്ചതിന് ശേഷമാണ് കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. കടുവയെ ഇപ്പോൾ ഈ തോട്ടം മേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം കടുവയ്ക്ക് ചികിത്സ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. തീർത്തും അവശ നിലയിലാണ്. സാധാരണ കടുവ ഇങ്ങനെ തോട്ടം മേഖലയിൽ ഇറങ്ങാറില്ല, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാറില്ല. അത്രയും ഒരു തരത്തിലും വേട്ടയാടാൻ, ഇരയെ തേടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ വളർത്തുമൃഗങ്ങൾക്ക് പിന്നാലെ കടുവകൾ വരാറുള്ളത്. അതുകൊണ്ട് അത്രയും ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം പ്രാഥമികമായ ഒരു ചികിത്സ നൽകിയതിനു ശേഷമായിരിക്കും വീണ്ടും ഉൾക്കാട്ടിൽ തുറന്നു വിടണമോ എന്നുള്ള കാര്യത്തിൽ വനംവകുപ്പ് ഒരു തീരുമാനമെടുക്കുക. ഉടൻ തന്നെ നമ്മൾ DFOയുടെ അടക്കം പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വണ്ടിപ്പെരിയാർ ഗ്രാമ്പിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇത്രയും ദിവസങ്ങളായി അവർ വലിയ ഭീതിയിൽ കഴിയുകയായിരുന്നു. ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ഒരു തോട്ടമാണ്. ഇവിടെ ലയങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു. കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ഭയമായിരുന്നു. അവിടെയുള്ള ഈ തോട്ടം തൊഴിലാളികൾ രാവിലെ ഈ തേയില നുള്ളാനൊക്കെ ഇറങ്ങുമ്പോൾ മക്കൾ അവിടെ ആ ലയങ്ങളിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ വലിയ ആശങ്കയുടെ ദിവസങ്ങളായിരുന്നു അവരെ സംബന്ധിച്ച് കഴിഞ്ഞു പോയിരുന്നത്. എന്തായാലും ദൗത്യം വിജയകരമായി നമ്മുടെ വനം വകുപ്പ് സംഘം പൂർത്തിയാക്കി. ജെയിൻ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും രാജീവ്, കടുവയെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തേക്കടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിച്ച് ഉടൻ ഇതിന് ചികിത്സ നൽകുക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ പ്രഥമ പരിഗണന എന്ന് പറയാം. കടുവയുടെ മുറിവ് എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ മയക്കുവെടി വെക്കുന്ന കടുവ ഈ സംഘങ്ങൾക്ക് നേരെ പ്രതികരിച്ചിരുന്നു. അത് ചാടി വീഴാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ, ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ ഈ കടുവയെ കൂട്ടിലാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. അതിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. DFO അടക്കമുള്ള സംഘങ്ങൾ തേക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 20 കിലോമീറ്ററിലധികം ദൂരം ഇവിടെ നിന്ന് തേക്കടിയിലേക്കുണ്ട്. തേക്കടിയിൽ എത്തിച്ച്
വൈദ്യ സഹായം അല്ലെങ്കിൽ ചികിത്സ നൽകുക, അതിനു വേണ്ടിയിട്ടാണ് കടുവയെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കൂടുതൽ മയക്കുവെടി വെക്കാൻ കഴിയില്ല, കാരണം അതിന്റെ ആരോഗ്യം വളരെ ദുർബലമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ മയക്കുവെടി വെച്ചാൽ ഇത് അതിജീവിക്കുമോ എന്നൊരു സംശയം വനംവകുപ്പ് പങ്കുവച്ചിരുന്നു. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കൂട് തന്നെ വെച്ച് ഈ കടുവയെ പിടികൂടാൻ ശ്രമിച്ചത്. പക്ഷെ പിന്നീട് കൂട്ടിൽ പോലും കയറാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. പക്ഷെ ഈ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നത്. അതിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. DFO അടക്കമുള്ളവർ അവിടെ എത്തിയതിനു ശേഷം ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകും എന്നാണ് കരുതുന്നത്. എന്തായാലും കടുവയെ ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുന്നു. ഇപ്പോൾ തേക്കടിയിലെ വനംവകുപ്പിന്റെ ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമ്പിയിലും അരണക്കല്ലിലും ഇറങ്ങിയ കടുവയാണ് വനംവകുപ്പ് സംഘം മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഇത്തരത്തിൽ കാട്ടിൽ ഇതിന് ഒരു നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ ഇരപിടിക്കാനൊക്കെ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് മാറി അവശനായി കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വരികയും പെട്ടെന്ന് കിട്ടുന്ന വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. അങ്ങനെ വന്ന കടുവകളിൽ ഒന്നാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ട്. അവിടെ നിന്ന് 10-20 കിലോമീറ്റർ അപ്പുറമുള്ള തേക്കടിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയ ശേഷം ഇതിന് ചികിത്സ നൽകിയതിനു ശേഷമായിരിക്കും ഇതിനെ വീണ്ടും കാട്ടിൽ തിരിച്ചു വിടണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക.